ഹേയ് വെൽക്കം ടു ട്രിപ്പ് ഡോക്ടേഴ്സ്. അപ്പോൾ ബീച്ചിലെ പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു പാർട്ട് 2 വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ചാൽ ബീച്ച്, മീൻകുന്ന് ബീച്ച്, അതുപോലെ മാപ്പിള ബേ, അതുപോലത്തെ കുറച്ച് കാഴ്ചകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇനി പാർട്ട് 1 വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതും കാണുക. അതാ ഇവിടെ മുകളിൽ അതും കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോയും അത്യാവശ്യം നല്ലൊരു ബീച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് 3 വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്. നമ്മുടെ അറിയാം, കേരളത്തിലെ തന്നെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ആയിട്ട് ധർമ്മടം ബീച്ച് കാണാൻ പറ്റും. അതിനെക്കാട്ടും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതേ കിടക്കുന്ന ഒരു ഷിപ്പ്, നല്ലൊരു ഷിപ്പ്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളോളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു ഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ വീഡിയോ അല്ല, ഈ പാർട്ട് വീഡിയോ തന്നെ നമുക്ക് ധർമ്മടം ബീച്ചും കൂടെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ മുഴുപ്പിലങ്ങാടി ബീച്ച് ഇത് മൊത്തം ഏകദേശം 5-6 കിലോമീറ്റർ ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അളന്ന് നോക്കണം. കൂടാതെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡ്രൈവിംഗ് ബീച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് വരെ നമുക്കൊരു ഡ്രൈവ് പോകാം. അപ്പോൾ ആ കാഴ്ചകളായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ബീച്ചിലേക്ക് വരുന്നത്. പാർട്ട് 3 വീഡിയോയിലെ ഫസ്റ്റ് ബീച്ചിൽ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഡ്രൈവ് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് മുതൽ അവസാനം വരെ ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഓടിച്ചു നോക്കാം. മുഴുപ്പിലങ്ങാടി ബീച്ചിലെ ഡ്രൈവ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സൗരവാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ ബാക്കിലിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40-50 റേഞ്ചാണ് ഞങ്ങൾ പോകുന്ന സ്പീഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 km/h ആണ് മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ വേഗത പരിമിതി എന്ന് പറയുന്നത്. പക്ഷെ ആ വേഗതയിൽ ആരും പോകാറില്ല. ശരിക്കും ആ ലെവലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. ഡ്രൈവിംഗ് ബീച്ചിലെ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാനായി പല നാടുകളിൽ നിന്നാണ് ആളുകളോട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഐസ്ക്രീം പാർലറുകളും ഈ വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് വിശ്രമ കേന്ദ്രങ്ങൾ. ഇത് ബീച്ചിനപ്പുറത്താണ്. രാവിലെ ജോഗിങ്ങിനും വൈകുന്നേരം ഈവനിങ് വാക്കിനും ഇവിടെ ആളുകൾ എത്തിച്ചേരാറുണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്തിച്ചേരാറുണ്ട്. വിശ്രമ കേന്ദ്രത്തിന് ചുറ്റും കാറ്റാടി മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞതായതുകൊണ്ടും എന്താ പറയുക, ഈ തണുപ്പ് എന്ന് പറഞ്ഞ സംഭവം ചൂടിനെ അകറ്റി നിർത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖമായ കടൽ തീരമാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയ്ക്കുള്ള നാഷണൽ ഹൈവേ 17 സമാന്തരമായിട്ടാണ് ഈ കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കണ്ണൂരുകാർക്ക് ഈ വകയിലൊരു അഭിമാനവും കൈവരുത്താം. കാരണം എന്താണെന്നറിയോ, കേരളത്തിൽ വാഹനം ഓടിക്കാവുന്ന ഏക ബീച്ച് നമ്മുടെ കണ്ണൂരിലെ മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. അതുമാത്രമല്ല, നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചും കൂടിയാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡ്രൈവിംഗ് ബീച്ചിലേക്ക് ചുമ്മാ കയറി വരാൻ പറ്റത്തില്ല. വരുന്ന സമയത്ത് ഇവിടെ ബൈക്കിനായാലും ശരി, ഓട്ടോറിക്ഷയ്ക്കായാലും ശരി, കാറിനാണെങ്കിലും ശരി, ഓരോന്നിനും ടിക്കറ്റ് ചാർജുകളുണ്ട്. ഇവിടുത്തെ മണൽ ഒരിക്കലും നമ്മുടെ ടയർ മണലിൽ താവുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേലിയേറ്റ സമയത്ത് വെള്ളം കയറി നനയുമ്പോൾ ഇവിടെയുള്ള മണലിന് ഉറപ്പ് വർദ്ധിക്കും. അപ്പോൾ വാഹനങ്ങളുടെ ടയർ ഒരിക്കലും മണലിൽ താഴുകയില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ആ സമയത്ത് കടലിലെ സാഹസിക യാത്ര, ഉല്ലാസയാത്രകൾ, കുട്ടികളുടെ വിനോദ പരിപാടികൾ, കലാസാംസ്കാരിക പരിപാടികൾ ഇവയെല്ലാം ഇവിടെ ഉണ്ടാവുന്നതാണ്. ഇവിടുത്തെ മച്ചന്മാർക്കുള്ള മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കാറ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ബൈക്ക് കൊണ്ടുവരിക, എന്നിട്ട് മൊത്തം ഡ്രിഫ്റ്റ് ചെയ്യുക, മണൽ കൂടെ റേസ് ചെയ്യുക, ഈ പുഴി കൂടെ. ഞങ്ങളും ചെയ്ത് 2 അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബീച്ചിനോട് ചേർന്ന് ഇവിടുത്തെ സഞ്ചാരികൾക്ക് താമസിക്കാൻ വേണ്ടി ഒരുപാട് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഡിസംബർ-നവംബർ മാസങ്ങളിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദേശാടന പക്ഷികൾ ഇവിടെ വരാറുണ്ട്.
ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ ഇതാ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. എൻഡിങ്ങിലെത്തി നിൽക്കുമ്പോൾ കിലോമീറ്റർ ഏകദേശം 5 കിലോമീറ്റർ കഴിഞ്ഞു. ഇവിടെ ഒരുപാട് ബോട്ടുകൾ കാണുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. നേരത്തെ പറഞ്ഞ കിളികളിൽ ഒന്നിതാ ഇവിടെ ഒരു ദേശാടന പക്ഷിയാണിത്. എന്ത് കിളിയാണാവോ അത്? നമ്മളിതാ മുഴപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിന്റെ ഏറ്റവും അവസാനം എത്തി നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഷിങ്ങിന് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഭയങ്കരമായ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ബീച്ച് ഡ്രൈവ് എന്ന് പറയുന്നത് കേരളത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാമായിരിക്കും. ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും ബൈക്ക് ഇറക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ 1-2 പേര് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവരുടെ എന്താ പറയുക എക്സ്പീരിയൻസ് ഇവിടെ പങ്കുവെക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ബീച്ച് ഡ്രൈവ് എന്ന് പറയുന്നത്. ഒരുപോലെ കരയിലും വെള്ളത്തിലും ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആഴമില്ലാത്തത് കൊണ്ട് കടലിലേക്ക് ഇറങ്ങി ചെന്ന് കുളിക്കാനും പറ്റും. ഇവിടുത്തെ ഓരോ കല്ലിൻ്റെ മുകളിലും നമ്മുടെ കല്ലുമ്മക്കായി, കോഴിക്കോട്ടുകാർ കല്ലുമ്മക്കായി എന്ന് പറയുന്ന നമ്മുടെ കടുക്ക ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇനി അടുത്ത ധർമ്മടം ബീച്ചിലേക്ക് പോവാണ്. ധർമ്മടം ബീച്ചിലെ യാത്രകളായിരിക്കും ഇനി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ധർമ്മടം ബീച്ചിലേക്ക് പോവാം. ഗായ്സ്, അപ്പോൾ ഇത് ധർമ്മടം ബീച്ചല്ല, തലശ്ശേരി സീ ബ്രിഡ്ജ് വ്യൂ പോയിൻ്റ് ആണ്. നമ്മൾ ധർമ്മടം ബീച്ചിൽ പോയി, പക്ഷെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അതിവിടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് തലശ്ശേരി സീ ബ്രിഡ്ജ് വ്യൂ പോയിൻ്റ്. ഈ ബ്രിഡ്ജിന് ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? യെസ്, നമ്മുടെ തട്ടത്തിൻ മറയത്തിലെ ആയിഷയും വിനോദും നിവിൻ പോളിയും ഇഷാത്ത് അൽബാറും കിസ്സടിച്ച പാലമാണിത്. ഈ പാലത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പാലം അങ്ങനെ നീണ്ട് നിവർന്ന് കടലിലേക്ക് അങ്ങനെ കിടക്കുകയാണ്. ഏകദേശം 300 മീറ്റർ. ഒരുപാട് പരുന്തുകൾ ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്തിനാണ് ഒരു കഥയില്ലാണ്ട് അതിന് തന്നെ അറിയില്ല എന്തിനാ വട്ടമിട്ട് പറക്കുന്നതെന്നുള്ള കാര്യം. പിന്നെ അതാ ഇവനില്ലേ, ഇവൻ ആദ്യം ഒന്ന് പേടിപ്പിച്ചു. ഞങ്ങൾ പേടിക്കില്ല എന്ന് കരുതിയപ്പോൾ അവനും തോന്നി വേണ്ട വിട്ടേക്കാം, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലേ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് തലശ്ശേരി സീ ബ്രിഡ്ജ് വ്യൂ പോയിന്റിലാണ്. നമ്മൾ ധർമ്മടം ബീച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ പോയി ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ടിക്കറ്റ് കൗണ്ടറിൽ ചേട്ടനുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, ചെറിയൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പോയി മാക്സിമം ഞങ്ങൾ നോക്കാൻ നോക്കി, പക്ഷെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ തലശ്ശേരിക്ക് ഇങ്ങ് പോകുന്നു. തലശ്ശേരി ഇവിടെ അടിപൊളി ഒരു സീ ബ്രിഡ്ജ് വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ എത്തുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ കേരള പോലീസ് വന്നതെങ്കിൽ ബ്ലോക്ക് ചെയ്തു. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് പോകാൻ വേണ്ടിയിട്ട്, ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതാ നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂരിലെ ഏറ്റവും ലാസ്റ്റത്തെ എപ്പിസോഡാണ് ബീച്ച് എപ്പിസോഡ് പാർട്ട് 3. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഞങ്ങളെ ക്യാമറ ഗഡ്ജറ്റ്സ് നനയും. അപ്പോൾ ട്രിപ്പ് ഡോക്ടേഴ്സ് ഓൺ ദ വേ. ഇനി അടുത്തത് വയനാടായിരിക്കും. വീണ്ടും കാണാം. വയനാട്ടിലൊരു അടിപൊളി വീഡിയോ കണ്ടു. ഓടിക്കോ.